എനിക്കുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഈ വോയിസൊക്കെ ഇടുന്നത് ഭയങ്കര ഡിപ്രഷൻ എടുത്തപ്പോഴാണ് കേട്ടോ. 2020 ഞാൻ കേരള വിട്ട് മാംഗ്ലൂർ വരുന്നത്. മാംഗ്ലൂർ വരുമ്പോൾ ഞാൻ സീറോ ബാലൻസ് ആയിരുന്നു. ഇക്കാണ്ട് ഒരു പ്രോപ്പർട്ടി ഒന്നും കൊണ്ടുവരാതാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നേ പറ്റൂ. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ ഇക്ക ഹോസ്പിറ്റലിലായിരുന്നു. കൊറോണ സമയത്ത് എല്ലാവരും രോഗത്തിന് ഭയക്കുമായിരുന്നു. മനുഷ്യർക്ക് വാല്യൂ ഇല്ലായിരുന്നു. ഗൾഫ് രാഷ്ട്രത്തിൽ അധ്വാനിച്ചിട്ടോ അതോ നമ്മൾ എന്തെങ്കിലും ഐറ്റംസെല്ലാം അയക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സ്വീകരിക്കാനുണ്ടായിരുന്നു. പക്ഷെ കൊറോണ സമയത്ത് ഒട്ടൊരു ആൾക്കാരില്ല. ആ സമയത്ത് മനുഷ്യത്വം ആൻഡ് ദൈവം നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്ന് വിശ്വാസം മറന്നിട്ട് സെൽഫിഷായിട്ട് ജീവിച്ച ഒരുപാട് ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അബുദാബിയിൽ 7 വർഷം ലക്ഷറി ലൈഫിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിൽ ഒട്ടൊരു നിമിഷം കൊണ്ട് സീറോ ആയി. സീറോ ബാലൻസിലൂടെയാണ് കേരള ടു മാംഗ്ലൂർ വരെ ഞാൻ ആംബുലൻസ് പിടിച്ചു പോകുന്നത്. ഇക്ക മരണപ്പെട്ട 3ാമത്തെ മാസത്തിലെ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചു. ഇക്ക പോകുമ്പോൾ എൻ്റെ കയ്യിൽ 2 കുട്ടികൾ മാത്രമേ കയ്യിൽ തന്നിട്ടുള്ളൂ. വേറൊന്നും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചു പോയിട്ടേ ഉള്ളൂ. പക്ഷെ അത് ചോദിക്കുമ്പോഴൊക്കെ കളിയോട് കളികളായിരുന്നു. ഫൈനലായിട്ട് ഇക്കാൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വരുന്ന ചില കാര്യങ്ങൾ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ഇക്കാണ്ട് ഒരു പ്രോപ്പർട്ടി വേണ്ടെന്ന് തീരുമാനിച്ച ദിവസം കോടികളുടെ സ്വത്തുക്കളും ഇക്കാക്കുണ്ടായിട്ടും സീറോ ബാലൻസിലാണ് ഞാൻ മാംഗ്ലൂർ എത്തുന്നത്. പഴയ ജീവിതം പോലെ എൻ്റെ ചൈൽഡ്ഹുഡ് പോലെ തന്നെ എൻ്റെ കുട്ടികളെ ഞാൻ വളർത്താൻ തുടങ്ങി. എല്ലാത്തിനും എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ എനിക്കൊരു എഡ്യൂക്കേഷൻ വെച്ചിട്ട് എനിക്ക് ജോലി ചെയ്യണം, എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്നൊക്കെ ഒരുപാട് ശ്രമിച്ചു. സോ എവിടെ ജോലി നോക്കിയാലും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ വൈഞ്ഞു മാറുന്ന ആൾക്കാരാണ്. പിന്നെ കൊറോണ സിറ്റുവേഷൻ കൊണ്ടോ ബിസിനസ് ലോസ് ആയത് കൊണ്ടോ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ആ സമയത്താണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി. എവിടെ നാലാൾക്കാരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടുമ്പോൾ എവിടെ എൻ്റെ വേണ്ടാത്ത രീതിയിൽ നോക്കുന്നുള്ളൊരു പേടിക്കൊണ്ടാണ് എൻ്റെ സ്വന്തമായ അധ്വാനം ഞാൻ നോക്കിയത്. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കതിൽ കുറച്ച് വരുമാനം കിട്ടുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായിരുന്നു. ആരെ മുമ്പിലും കൈനീട്ടാതെ എൻ്റെ കുട്ടികളെ പോട്ടാനുള്ള റബ്ബ് ഈ രീതിയിലെങ്കിലും കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ആരുടെയും ഡിപ്പെൻഡ് ആവാതെ ഞാൻ ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു കമ്പനിയിലും വർക്ക് ചെയ്യാനും തുടങ്ങി. ഈ കാര്യം നിങ്ങളോട് ഞാൻ പറയാനുള്ള റീസണ്, ഒരു വിധവായ ഉമ്മനായിരിക്കും, ഒരു ഡിവോഴ്സായ ഉമ്മനായിരിക്കും, ആരാണെങ്കിലും അവർ ഒരുപാട് നെഞ്ചു പൊട്ടി കരഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് വന്നവരാണ്. അവർ അഗ്നിപരീക്ഷ നേരിട്ടവരാണ്. ഒരു കാരണം വെച്ചാൽ നമ്മളെ പോലെ മറ്റൊരു പെണ്ണ് കരയാൻ പാടില്ല, നമ്മളെ കൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീര് വീഴാൻ പാടില്ല, ആ ഒരു ശാപം തട്ടാതെ എവിടെ പോവില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന എല്ലാ പെൺകുട്ടികളും. ഇന്ന് ഞാൻ ഈ കാര്യം പറയാനുള്ള റീസൺ ഉണ്ട്. ഒരുപാട് നെഞ്ച് പൊട്ടൽ വേദനയോടെയാണ് ഈ കാര്യം പറയുന്നത്. ഞാൻ മംഗലാപുരം വന്നിട്ട് സീറോയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അനിയനാണ് എൻ്റെ പോറ്റിയത്. അവർക്കൊരു ഭാരം ഞാൻ ആവരുത് എന്ന് കരുതിയിട്ടാണ് എൻ്റെതായ സ്വന്തം അധ്വാനം ഞാൻ നോക്കുന്നത്. അങ്ങനെയാണ് ഒരു കമ്പനിയിൽ ജോലിക്കും കയറി മംഗലാപുരം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു സിംഗിൾ വുമൻ എവിടെയും ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഒരു ഡിവോഴ്സ് ആൻഡ് വിഡോ ആയ ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കുന്നതോ തെറ്റിദ്ധരിക്കുന്ന സമൂഹം. എൻ്റെ അണിയനൊന്നും ജോലിക്ക് വിടാറില്ല. പക്ഷേ ഞാൻ വാശിയിലാണ് ജോലിക്ക് പോയത്. അവനക്ക് 100% അറിയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത്. ഒരു സിംഗിൾ വുമന് സോഷ്യലായിട്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര പാടാണെന്നുള്ളത്. ഒരു പെണ്ണിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പെണ്ണ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതേ ഒരു ഡിവോഴ്സായ വുമൻ, ഒരു വിഡോയ വുമന് ആരോടും സംസാരിക്കാതിരുന്നാലോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണെന്ന് പറയും. അത് എല്ലാവരോടും സംസാരിച്ചാൽ ക്യാരക്ടർലെസ് ആണെന്ന് പറയും. എന്താണ് അവർ ചെയ്യുന്നത്? ഡിവോഴ്സായ വുമൻസ് നിങ്ങളെ ചുറ്റിലുണ്ടെങ്കിൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണോ? കാരണം അവർ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് നെഞ്ചി പൊട്ടി കരഞ്ഞ് വരുന്ന ആൾക്കാരാണ്. അത് അവരൊരു പുരുഷന്റെ ബാക്കിൽ പോവാണ് ഉദ്ദേശപ്പെടുന്നില്ല. നെഞ്ചി പൊട്ടി കരഞ്ഞ് വേദന എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന പെൺകുട്ടികൾ ഒരിക്കലും 3ാമത്തെ വേല് പോകും. ഇനി ഭർത്താവ് മരിച്ച സ്ത്രീ ആണെങ്കിൽ അവൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കുട്ടികൾക്ക് മാത്രമായിരിക്കും അവൾ ജീവിക്കുന്നത്. നാളെ എൻ്റെ ഭർത്താവ് പോയി ആ കുട്ടികൾക്ക് ആരുമില്ല എന്ന് വിചാരിക്കരുത് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങളെ ചുറ്റിലുണ്ടെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. ഒരിക്കലും അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും ആ റബ്ബാണ് അവർ തീരുമാനിച്ചത് അവളൊരു സിംഗിൾ ആക്കണം, അവളൊരു വിഡോ ആക്കണം എന്ന് പറഞ്ഞത് തീരുമാനിച്ചതൊക്കെ റബ്ബാണ്. ഇത് റബ്ബിൻ്റെ ടെസ്റ്റാണ്. എങ്ങനെ ഈ കാര്യത്തിൻ്റെ അവൾ നേരിടും എന്നുള്ളത്. അവളോട് മിണ്ടിയാലും സംസാരിച്ചാലും എന്ത് ചെയ്താലും സംശയ കുടുംബത്തിൽ നിന്നല്ല പോയി അവൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു അവിടുന്നും ഇതുപോലെയാണ് അവൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ജീവിതം എന്തുകൊണ്ടാണ് ഒരു പെണ്ണിന് മാത്രം ഇങ്ങനത്തെ ഒരു ശിക്ഷ എന്നുള്ളത്.
ചില സമയത്തൊക്കെ തോന്നുന്നു ഒരു ഫിനാൻഷ്യൽ വീക്ക്നെസ് ആയതുകൊണ്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ രീതിയിൽ നോക്കുന്നത്. അത് അവളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഒരു രീതിയിൽ ആരും നോക്കില്ലായിരുന്നു, പേടിക്കുകയായിരുന്നു. ഞാൻ മാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഓൺ എഫേർട്ടിൽ 0 എന്ന് എനിക്ക് തുടങ്ങണം, എൻ്റെ തോൽപ്പിച്ചവരെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ളൊരു വാശി കൊണ്ടായിരുന്നു വന്നത്. പിന്നെ ഒരു കാര്യം പറയണമെങ്കിൽ, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ നന്നായി മനസ്സിലാക്കുമെന്ന് പറയും, പക്ഷേ ആ പെണ്ണ് ഒരിക്കലും മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാറില്ല. അവൾ വിഡോ ആവട്ടെ ഡിവോഴ്സ് ആവട്ടെ, അങ്ങനെയുള്ളൊരു ഫ്രണ്ട്സ് നിങ്ങളുടെ സർക്കിളുണ്ടെങ്കിൽ അവരെ ഒരുപാട് അകത്തിനിരുത്തും. എന്തോ മനസ്സിന് അവർക്കൊരു പേടിയാണ്. എന്തുകൊണ്ട് സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിഡോയായ ഒരു സ്ത്രീ ആയിരിക്കും, ഡിവോഴ്സ് ആയ ഒരു വുമനായിരിക്കും, ആരെങ്കിലും ആവട്ടെ, അവളെ സ്വീകരിക്കുന്നത്, ഒരു പെണ്ണും ഞാൻ സിംഗിളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവളൊക്കെ സ്വീകരിക്കുന്നത് റബ്ബിൻ്റെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ അവൾ ജയിക്കാനേ നോക്കൂലോ. വേറെ ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടിയാൽ എവിടെ അവർ വേണ്ടാത്ത രീതിയിൽ നോക്കുമെന്നുള്ളൊരു പേടിക്കൊണ്ടാണ് അവൾ സ്വന്തം അധ്വാനം നോക്കുന്നത്, സ്വന്തം ജീവിതം മുന്നോട്ട് പോകുന്നത്, സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ പേടിയാ, ആരോടും സംസാരിക്കാൻ പേടിയാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. ഫിനാൻഷ്യലി വീക്കായ ആൾക്കാരോട് ഒരുപാട് മോശമായി പെരുമാറുന്നെന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ എൻ്റെ ഇക്കാൻ്റെ പ്രോപ്പർട്ടി വാശി പിടിച്ചു. എൻ്റെ ഇക്ക ഉണ്ടാക്കി വെച്ച പ്രോപ്പർട്ടി എനിക്ക് മരിക്കുന്നത് വരെ ഇരുന്ന് തിന്നാനുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടികളെ അർഹതപ്പെട്ടത് മറ്റൊരാൾക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു വാശി കൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഇത്രയും ദിവസം ഞാനൊരു നല്ല പെണ്ണായിരുന്നു, ഒന്നിനും ആഗ്രഹമില്ലാത്ത പെണ്ണായിരുന്നു, ഒന്നിനും. എന്ന് ഞാൻ എൻ്റെ ഇക്കാൻ്റെ പ്രോപ്പർട്ടീസ് അവകാശപ്പെടുന്നു, അന്ന് മുതൽ ഭയങ്കരം പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്ന ഒരു പെണ്ണായി മാറി. ഇത് ഞാനല്ലട്ടോ പറയുന്നത്, എനിക്ക് പ്രോപ്പർട്ടി കൈമാറാനുള്ള ആൾക്കാരാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഒരു വർഷമായി ആ പ്രോപ്പർട്ടീൻ്റെ ബാക്കിലാണ്, എൻ്റെ കുട്ടികളുടെ പേരിലാക്കണം എന്നുള്ളൊരു വാശിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ അനിയന് ഒറ്റയ്ക്ക് അധ്വാനിച്ച് എൻ്റെ കുട്ടികളെ പോട്ടുമ്പോൾ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു, സന്തോഷമായിരുന്നു. അവർക്ക് തിന്നാൻ കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് പ്രോപ്പർട്ടീൻ്റെ ബാക്കിൽ പോകുമ്പോൾ, ഒരുപാട് കലിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്, സമാധാനം കിട്ടുന്നില്ല. ഞാനിവിടെ ആരതും പോക്കറ്റെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ ഇക്കാക്ക്, എൻ്റെ കുട്ടികൾക്ക് അർഹതപ്പെട്ടതിന് മാത്രമേ ഞാൻ ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇത്രയ്ക്ക് മനസ്സ് സമാധാനം കെടുത്തിട്ടും പോരാടുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് മാത്രമാണ്. എന്താണോ അർഹതപ്പെട്ടത് അത് കിട്ടിയേ പറ്റൂ. സിംഗിൾ വുമണായാൽ കുട്ടികൾ വലുതാവുന്നവരെ ഓരോരോ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷെ എല്ലാം ക്ഷമിക്കണം, കുട്ടികൾ വലുതാവുന്നവരെ മാത്രമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അവരെ സേഫ് ആക്കുന്നത് തെറ്റാണ്? നിങ്ങൾ പറ.